ഇക്കൂട്ടത്തിൽ ഒരേ വീട്ടിലുള്ള ആളുകളുണ്ടാകാം, അവരെ തിരിച്ചറിയേണ്ട ആളുകളൊക്കെ തന്നെ ഈ മണ്ണോട് ചേർന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇക്കൂട്ടത്തിൽ തന്നെ സഹോദരനും സഹോദരിയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അമ്മയും മക്കളും അച്ഛനും മക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാകാം. പക്ഷെ ആരാണ് എന്താണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ അവരുടെ മേൽവിലാസം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഘർഷഭരിതമായ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്തരമൊരു സാഹചര്യത്തിലൂടെ കൂടിയെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത്. ഈ രാത്രി, ഈ പകൽ ഈ സംസ്കാരം നടത്തണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരുന്നെങ്കിൽ അത് ഈ രാത്രിയോളം എത്തി നിൽക്കുകയാണ്. ഇന്ന് പ്രകൃതി പോലും മഴ പോലും മാറി നിന്ന് അത്തരത്തിൽ പ്രകൃതി പോലും കഴിഞ്ഞ ദിവസമാണ്. ഈ സംസ്കാരം കൃത്യമായി അതിന്റെ എല്ലാ ബഹുമതികളോടും കൂടി തന്നെ നടക്കുകയാണ്. ഇനിയും മൃതദേഹങ്ങൾ ഓരോന്നായി സംസ്കരിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യം മൃതദേഹത്തിന്റെ സംസ്കാരമാണ്